ശ്രീ പ്രമോദ് പുഴങ്കര, നമ്മൾ കാണാത്ത ചില കാഴ്ചകൾ ഈ സമരത്തിൽ കണ്ടു. ഒന്ന്, സ്ത്രീകൾ അവരുടെ മക്കളെയുമായി സമരത്തിൽ വന്നിട്ട് അവർ ആ സമരം നടത്തട്ടെ എന്ന് പറയുന്നത് കണ്ടു. ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പോലീസിനോട് എന്നെ അടിക്ക്, വീണ്ടും വീണ്ടും അടിക്ക് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഇങ്ങനെ വളരെ മുമ്പ് നമ്മൾ കണ്ടോ കേട്ടോ പരിചയമില്ലാത്ത ഒരുപാട് സമര രംഗങ്ങൾക്ക് വേദിയാവുകയാണ്. ഇതുവരെ ഒരു രാഷ്ട്രീയ സമരത്തിലും പങ്കെടുക്കാത്ത, ഒരു മൂവ്മെന്റിന്റെയും ഭാഗമാകാത്ത, ഒരു ജാഥയ്ക്ക് പോലും പോയിട്ടില്ലാത്ത കുട്ടികളാണ്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളാണ് സമര രംഗത്തേക്ക് വരുന്നത്. അവർ ഈ അടിച്ചമർത്തലിൽ പതറുന്നില്ല. ഈ അടിച്ചമർത്തിയതുകൊണ്ട് അവർ പിരിഞ്ഞു പോകുന്നില്ല. അടികൊണ്ട് ഇനി വേണ്ട എന്ന് വെക്കുന്നില്ല. അതൊരു പുതിയ അനുഭവം കൂടിയാണ്. ഈ സമരം എങ്ങനെ പുരോഗമിക്കാനാണ് സാധ്യത? സമരത്തെ അതിഭീകരമായി അടിച്ചമർത്തുക തന്നെയാണ് ഭരണകൂടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഡൽഹി പോലീസിൻ്റെയും RSSൻ്റെ സംഘപരിവാറിൻ്റെ ഗുണ്ടകളുടെയും സംയുക്ത സേനയാണല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ സമരം ചെയ്യുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയും ആക്രമിച്ചത്. ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥിനികളെ അടക്കം വിദ്യാർത്ഥിനികളെ ലൈംഗികമായി സെക്ഷലി ഹരാസ് ചെയ്യുന്ന തരത്തിലടക്കമുള്ള നിയമവിരുദ്ധമായ ഗുണ്ടാപ്പണിയാണ് ഡൽഹി പോലീസും RSSൻ്റെ ഗുണ്ടകളും ചേർന്ന് നടത്തിയത്. അപ്പോൾ സമരത്തെ അതും പോരാഞ്ഞിട്ട് ഏതാണ്ട് 40 കമ്പനി പോലീസിനെയാണ് നിങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി. ഇതൊക്കെ ഈ ചർച്ച അലമ്പുന്നതിന്റെ സ്ഥിരം സ്വഭാവമാണ്. ഈ ഗുണ്ടാപ്പണി ചാനൽ 4ലേക്ക് പരിപാടി അവസരത്തിൽ അതൊക്കെ ഞാൻ അതല്ലാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ. വേണോ? കഴിഞ്ഞല്ലോ. നിങ്ങളുടെ കയ്യിൽ RSS പ്രവർത്തകർ ഈ സമരത്തിന് അടിച്ചമർത്താൻ വന്നതിന് തെളിവ് നിങ്ങളിലുണ്ടോ? പ്രമോദ് പുഴങ്കര, നിങ്ങളുടെ സംസാരിച്ചാൽ മതി. ഒരു ചർച്ചയ്ക്ക് ജനാധിപത്യപരമായി സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ ഇറങ്ങി പോകണം. അതായത് ഇന്ത്യയിലെ RSSന്റെയും സംഘപരിവാറിന്റെയും ഗുണ്ടകളും ഡൽഹി പോലീസും ചേർന്നാണ് ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്നവരെ ആക്രമിച്ചത്. അത് ഇനിയും പറയുക തന്നെ ചെയ്യും. ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ ഫാഷിസ്റ്റ് ഭരണകൂടം മതത്തിന്റെയും അതിന്റെ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും മുക്തമാകുന്ന രീതിയിൽ ഇന്ത്യയിലെ യുവാക്കളടക്കമുള്ളവർ നടത്തുന്ന സമരത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലൊന്നാണത്. അതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതുപോലെ ഈ സമരത്തിലേക്ക് ഒഴുകിയെത്തുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. ഹരിയാനയിലെയും UP-യിലെയും പഞ്ചാബിലെയും അരുണാചൽ പ്രദേശിൽ നിന്നൊക്കെ അടക്കമുള്ള മനുഷ്യർ ഡൽഹിയിലേക്ക് സ്ത്രീകളും അമ്മമാരും അടക്കമുള്ളവർ നിരവധിയായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തടയുന്നതിനാണ് ഡൽഹിയിലെ കണ്ടില്ലേ 150 കോടിയോളം ഇന്ത്യയിലെ ജനസംഖ്യയുള്ളപ്പോൾ ഏതാണ്ട് 20,000-നും 50,000-നും ഇടയിൽ മനുഷ്യർ ഡൽഹിയിൽ സമരത്തിനെത്തിയപ്പോൾ ഫാഷിസ്റ്റ് ഭരണകൂടം ഒരു കടലാസ് പുലിയെ പോലെയാണ് വിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകളിലെല്ലാം അടയ്ക്കുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദർ പ്രധാന കേന്ദ്രങ്ങളിലേക്കുമുള്ള വഴികളെല്ലാം അടയ്ക്കുന്നു. ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു. ബോംബെയിൽ ആളുകൾക്ക് സന്ദേശം അയക്കുന്നു, നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ട്. ഈ ഭരണകൂടം ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഇപ്പോഴല്ല, ഒരു കാലത്തും അധികാരമേറ്റതിന് ശേഷമുള്ള ഒരു കാലത്തും ഒരു ജനകീയ സമരത്തോടും ജനാധിപത്യപരമായ ഭാഷയിൽ സംസാരിക്കാനോ സംവദിക്കാനോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിച്ചിട്ടില്ല. അത് കർഷക സമരമാകട്ടെ, അത് RSSന്റെയും സംഘപരിവാറിന്റെയും പശു മുതൽ പൗരത്വം വരെയുള്ള വിഷയങ്ങളിലുള്ള ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള സമരമാകട്ടെ, അതിനോടെല്ലാം ഇത്തരത്തിലുള്ള ഭരണകൂട അടിച്ചമർത്തലിന്റെ ഭാഷയിലേ അവർക്ക് സംസാരിക്കാനായിട്ടുള്ളൂ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ സംവിധാനത്തിന് ജനാധിപത്യത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനല്ല. അതുകൊണ്ടല്ലേ എന്താണ് ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോഴും ഇരിക്കുന്നത്? എന്തിനാണ് ഇത്തരത്തിൽ ഒരു ധാർമ്മിക ബാധ്യതയെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് ഒരു ഉത്തരവാദിയെ കണ്ടെത്താൻ
അത് രാജിവെപ്പിക്കാൻ സർക്കാരിന് കഴിയാത്ത കാരണം ഈ ചോദ്യം ധർമ്മേന്ദ്ര പ്രധാനിൽ ഒതുങ്ങി നിൽക്കുന്നില്ലെന്നും ഈ ചോദ്യം നരേന്ദ്രമോദിയിലേക്ക് വരെ എത്തുമെന്നും അറിയുന്നത് കൊണ്ടാണ് ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാളെ അത് ജനാധിപത്യ വിരുദ്ധനായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് എത്തുമെന്നുള്ള ഭയം കൊണ്ടുകൂടിയാണ്, ശരിയായ ഭയം കൊണ്ടുകൂടിയാണ് സംഘപരിവാർ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രശ്നം കൂടി ഇതിലുള്ളത് പറയാം. ഇപ്പോ അഭിലാഷൻ ചോദിച്ച ഒരു കാര്യത്തിന് കൂടി മറുപടി പറയാം. ഈ സമരം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. എങ്ങനെ മുന്നോട്ട് പോയാലും ശരി, സമരത്തെ ഒരു പക്ഷേ ഭരണകൂടം കടുത്ത രീതിയിൽ അടിച്ചമർത്തിയേക്കാം. പിന്നെ കൃത്യമായൊരു സംഘടനാ സ്വഭാവമോ ഒരു പ്രത്യയശാസ്ത്ര സ്വഭാവമോ ഇല്ലാത്ത ഒരു തരത്തിൽ ജനസഞ്ചയത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയാവുന്ന പൊളിറ്റിക്സ് ഓഫ് മൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന ഒരു ആശയ കൽപ്പനയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സമരത്തിന്റെ ഭാഷയാണിത്. ഇപ്പോൾ പ്രധാന പ്രതിപക്ഷ കക്ഷികളെല്ലാം ഇതിനെ ഏറ്റെടുക്കുക എന്ന വളരെ ഗുണപരമായ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു പക്ഷേ ഇത് കൃത്യമായൊരു സംഘടനാ പ്രത്യയശാസ്ത്ര സ്വഭാവമില്ലാത്തത് കൊണ്ട് താൽക്കാലികമായി ഒതുങ്ങിപ്പോയേക്കാമെങ്കിലും ഈ സമരം നടത്തിയത് ഇന്ത്യയിലെ മോദി സർക്കാരിനെ നിരന്തരമായി ഉലച്ചുകൊണ്ടിരിക്കുന്ന ഭയത്തിന്റെ നിശാവസ്ത്രം അഴിച്ചു കളയുകയാണ് ഇന്ത്യൻ ജനത. ഈ ഫാഷിസ്റ്റ് ഭരണകൂടം ജനങ്ങളെ പുതപ്പിച്ച അതിന്റെ ഭയത്തിന്റെ വസ്ത്രത്തെ കൂടിയാണ് കുടഞ്ഞു കളയുന്നത് എന്നുകൂടിയുണ്ട് ഈ സമരത്തിന്റെ നേട്ടം.